ഇനി സഞ്ജു സ്വാതി നേരെ പോകാൻ പോകുന്നത് അവരുടെ വിവാഹത്തിലേക്കാ. അങ്ങനെയൊരു സംസാരം ഹോസ്പിറ്റലിൽ നടന്നതായി മനു സൂചിപ്പിച്ചിരുന്നു. നമുക്കത് ഊഹിക്കാവുന്ന കാര്യാ. സ്വാതിയെ അവളുടെ വീട്ടിലേക്കാ കൊണ്ടുപോകുന്നത്. അത് കല്യാണത്തിനുള്ള ഒരുക്കം തന്നെയാ. വിവാഹം ഉടനെ നടക്കാനാ സാധ്യത. മോളി യാഥാർത്ഥ്യം ഇപ്പോഴേ തിരിച്ചറിഞ്ഞു തുടങ്ങണം. അത് മാത്രമല്ല, നിന്റെ മമ്മി നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ മോൾക്ക് ഈ വിവരം മമ്മിയോട് പറയാനും കഴിയില്ല. മുറപ്പെണ്ണുമായിട്ട് വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന പയ്യനെ വേണമെന്ന് പറഞ്ഞ് എങ്ങനെ ശാഠ്യം പിടിക്കും? അവന് നിന്നെ വേണമെന്നുള്ള ചിന്ത ഉണ്ടാവണ്ടേ? അതിലെല്ലാം ഉപരി നിന്റെ മമ്മി നാട്ടിൽ നിന്നൊരു വിവാഹത്തെ അംഗീകരിച്ചു തരാനും പോകുന്നില്ല. ചുരുക്കി പറഞ്ഞ അല്ലി ആന്റിയും ചേരി മാറി. അങ്ങനെ പറയല്ലേ മോളെ. നിന്റെ കൂടെ വരുമ്പോ ഞാൻ ഇങ്ങനൊന്നുമല്ല പ്രതീക്ഷിച്ചത്. മോളും പല കാര്യങ്ങളും എന്നിൽ നിന്ന് മറച്ചു വെക്കുകയും ചെയ്തു. ഞാൻ ഇവിടെ വന്നിട്ടാ സഞ്ജുവിന്റെ എൻഗേജ്മെന്റ് നടന്ന വിവരം പോലും അറിഞ്ഞത്. സ്വാതിക്ക് ആപത്തുകൾ തുടരെ വന്നപ്പോ മോളുടെ കാര്യത്തിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇനി ദൈവം വിധിച്ചത് മോള് സഞ്ജു ഒന്നിക്കാനാണെന്ന് തോന്നി. പക്ഷേ ഇപ്പൊ നമ്മുടെ കണക്കുകൂട്ടലുകൾ മറ്റൊന്നായി തീരുകയാണ്. ഇനി അവരുടെ വിവാഹം നിശ്ചയിച്ചു എന്നുള്ള വാർത്ത കേൾക്കാതെ പോകുന്നതല്ലേ നല്ലത്. വലിയ ആന്റി പറയുന്ന ശരിയാ. എന്റെ ഒരു പ്രതീക്ഷ എന്റെ മനസ്സിലുണ്ടായിരുന്നു, സഞ്ജു എന്റേതാവുമെന്ന്. അത് മനസ്സതിയായി കൊതിച്ചതുകൊണ്ട് സംഭവിച്ചതാവും. ഞാനത് പറയുമ്പോഴും മനസ്സത് തന്നെ പറയാ. ഒരു പ്രതീക്ഷയില്ലാതെ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അമ്മി വരട്ടെ, ഞാനും കൂടെ പോയേക്കാം. മോളെ, ഞാൻ തിരിച്ചു വരും മല്ലികാന്റി. കാരണം ദൈവം എനിക്ക് വിധിച്ച ജീവിതം സഞ്ജുവിന്റെ കൂടെയാ. അല്ലെങ്കിൽ സഞ്ജുനിക്കൊരു വിവാഹ ജീവിതം ഉണ്ടാവില്ല. പ്ലാസ്റ്റർ റിമൂവ് ചെയ്തോ? ചെയ്തു ഡോക്ടർ. എന്താ ഇപ്പോഴത്തെ പ്രശ്നം? പ്ലാസ്റ്റർ മാറ്റിയിട്ടും എനിക്കെന്റെ കാലുകൾ ചലിപ്പിക്കാൻ കഴിയുന്നില്ല. ഇതിലേത് കാലാ സ്വാതിക്ക് ചലിപ്പിക്കാൻ കഴിയാത്തത്? രണ്ടു കാലം മരവിച്ചതുപോലെ ഡോക്ടർ എനിക്ക് തോന്നുന്നത്. ഡോക്ടർ പിടിച്ചു നോക്കുന്നതൊന്നും ഞാൻ അറിയുന്നില്ല. ഇപ്പൊ അറിയുന്നുണ്ടോ? ഇല്ല ഡോക്ടർ. ഇപ്പൊ എന്തെങ്കിലും അറിയുന്നുണ്ടോ? കാലുകളില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു. Oh my God, paraplegia. She got paraplegia. എന്താ ഡോക്ടർ, എനിക്ക് കാലുകൾ ചലിപ്പിക്കാൻ കഴിയാത്ത? പ്ലാസ്റ്റർ മാറ്റിയതല്ലേ ഉള്ളൂ. കുറച്ചു ദിവസം മരവിപ്പും സ്പർശനമൊക്കെ തിരിച്ചറിയാതെ വരും. ഡോക്ടർ ജബ്ബാർ സ്വാതിയോട് പറഞ്ഞിരുന്നില്ലേ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സേവനം വേണ്ടി വരുമെന്ന്? പറഞ്ഞിരുന്നു. പക്ഷെ എന്റെ മറ്റേ കാലില് പ്ലാസ്റ്റർ ഉണ്ടായിരുന്നില്ലല്ലോ. മാത്രമല്ല, ആ കാലുകുത്തി ഞാൻ നടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ കാലം ഇപ്പൊ ചലനമില്ലാതെയായി. വരയ്ക്ക് കീഴ്പോട്ട് എനിക്കുണ്ടോന്ന് പോലും അറിയുന്നില്ല ഡോക്ടർ. ആ പ്രശ്നങ്ങളൊക്കെ മാറും. ഇപ്പൊ അതിനെ കുറിച്ചുള്ള ടെൻഷൻ ഒന്നും വേണ്ട. താങ്ക് യു ഡോക്ടർ. എനിക്കിന്ന് പോയല്ലോ. ഡിസ്ചാർജ് ചെയ്ത കാര്യം സ്വാതിയുടെ പേരൻസുമായിട്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് ഡിസിഷൻ എടുക്കാം. എനിക്ക് പോണം ഡോക്ടർ. പിന്നീട് ഫിസിയോതെറാപ്പിക്ക് വന്നാൽ മതിയല്ലോ. നമുക്ക് ആലോചിക്കാം. ഡോക്ടർ പ്ലീസ്,
ആലോചിച്ച പോരാ, എനിക്കിന്ന് പോണം. ശരി, എന്നാ ഡിസ്ചാർജ് ചെയ്യാം. താങ്ക് യു ഡോക്ടർ. ശരി. ഡോക്ടർ സംശയിച്ചു തന്നെയാണോ? അതെ, പാരാപ്ലീജിയ ബാധിച്ചിരിക്കുക കുട്ടിയെ. അവളുടെ അരയ്ക്ക് കീഴ്പോട്ട് പൂർണ്ണമായും തളർന്നു കഴിഞ്ഞു. ആ കുട്ടിയുടെ പാരന്റ്സിനോട് സംസാരിക്കണ്ടേ? അവരെന്നെ റൂമിലേക്ക് അയക്കൂ. ഞാൻ റൂമിലുണ്ടാവും. ശരി ഡോക്ടർ. ശ്രീകുട്ടിയുടെ കാലില് പ്ലാസ്റ്റർ മാറ്റിയിട്ടുണ്ട് അച്ഛാ. അതിനുശേഷം ഡിസ്ചാർജ് ആവുമെന്ന് ഡോക്ടർ പറഞ്ഞത്. അത് അച്ഛൻ എന്നോടല്ല ചോദിക്കേണ്ടത്, ശ്രീകുട്ടിയുടെ അച്ഛനോടാ. അവിടെ എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് ശ്രീകുട്ടിയുടെ അച്ഛൻ തീരുമാനിക്കട്ടെ. ശരി അച്ഛാ, എന്റെ തീരുമാനം എന്താന്ന് ഞാൻ അച്ഛനെ വിളിച്ചറിയിക്കാം. പ്ലാസ്റ്റർ മാറ്റുമ്പോഴേക്കും നിങ്ങൾ രണ്ടുപേരും ഡോക്ടർ ബൽറാം സാറിനെ പോയിന്ന് കണ്ടിട്ട് വരൂ. ഡോക്ടർ കൺസൾട്ടിംഗ് റൂമിലുണ്ട്. ശരി. സീനിയർ ഡോക്ടറാണ് അദ്ദേഹം. എന്തെങ്കിലും ഉപദേശം തരാനാവും. അങ്കിൾ വരൂ. വല്യപ്പച്ചി ഇവിടെ നിന്നാ മതി. സ്വാതിയെ റൂമിലേക്ക് കൊണ്ടുപോവാ. എന്നാ നിങ്ങൾ പോയിട്ട് വാ. വാ. ഡോക്ടർ. വരൂ, ഇരിക്കെ. ഡോക്ടറെ വന്ന് കാണാൻ പറഞ്ഞിരുന്നു. അതെ, നിങ്ങളെ ഞാൻ തന്നെയാണ് വിളിപ്പിച്ചത്. സ്വാതിയുടെ കാലിലെ പ്ലാസ്റ്റർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ആവശ്യമില്ല. ഉടനെ അവൾക്ക് പഴയതുപോലെ നടക്കാൻ കഴിയില്ലെന്നറിയാം. എന്റെ പരിചയത്തിലൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്. ഞാൻ അവളെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാലോ ഡോക്ടർ? ഡിസ്ചാർജ് ചെയ്യുന്നതിൽ തടസ്സമൊന്നുമില്ല. ഇനി ഇവിടെ കിടക്കേണ്ട കാര്യവുമില്ല. പക്ഷേ എന്താ ഡോക്ടർ? നിങ്ങളോടത് പറയുന്നതിൽ എനിക്ക് വേദനയുണ്ട്. ഐ എം റിയലി സോറി. പേഷ്യന്റ് പാരാപ്ലീജിയക്ക് അനുഭവപ്പെട്ടിരിക്കുകയാണ്. പാരാപ്ലീജിയോ? ഡോക്ടർ എന്താ ഈ പറയുന്നത്? സത്യം അതാണ്. പേഷ്യന്റ് 2 കാലുകളും പൂർണ്ണമായി തളർന്നു പോയിരിക്കുന്നു. ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? എന്റെ മോള്. എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല. ഒരു ആക്സിഡന്റ് കൊണ്ട് കാലുകൾ തളർന്നു പോവേ. സ്വാതി ട്രീറ്റ് ചെയ്ത ഡോക്ടർ ഇവിടെ. എനിക്ക് ആ ഡോക്ടറെ കാണണം. എന്റെ നിയന്ത്രണത്തിലാ എല്ലാ ട്രീറ്റ്മെന്റും നടന്നത്. ഇത് ആക്സിഡന്റ് സംഭവിച്ചതാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഒരിക്കലുമല്ല. പേഷ്യന്റെ ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്ത പോയിസന്റെ റിയാക്ഷൻ കൊണ്ട് പാരാലിസിസ് സംഭവിച്ചിരിക്കുന്നത്. ആ പോയിസന്റെ കൂടെ മറ്റെന്തോ മെഡിസിൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്റെ മോള്, എനിക്ക് അവളെ ഇങ്ങനൊരു നിലയിൽ കാണേണ്ടി വന്നല്ലോ. പേഷ്യന്റ് 70% പാരാപ്ലീജിയിൽ എത്തിക്കഴിഞ്ഞു. നിങ്ങൾക്ക് മറ്റെവിടെ വേണമെങ്കിലും കൊണ്ട് കാണിക്കാം. ഇതിനൊരു പരിഹാരമില്ലേ ഡോക്ടർ? ചികിത്സിച്ച് ഭേദാക്കാൻ കഴിയുന്ന പ്രതീക്ഷ ഡോക്ടർക്കില്ലേ? സ്പൈനൽ കോഡ് സർജറിയാ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. അതിന്റെ റിസൾട്ട് 2 രീതിയിലും ആവാം. ഒന്നുകിൽ പേഷ്യന്റ് രക്ഷപ്പെടും, അത് 10% മാത്രം. അല്ലെങ്കിൽ പേഷ്യന്റ് എന്നേക്കുമായി ബെഡിലായി പോകും. പിന്നെ ഒരു പ്രതികരണം ഉണ്ടാവില്ല. എന്റെ ഈശ്വര. പേഷ്യന്റ് റിസൾട്ട് എല്ലാം
ഡൽഹിയിലുള്ള എൻ്റെ പ്രൊഫസർ ഡോക്ടർ ചതുർവേദിക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അത് വിശദമായി പഠിച്ച് ഒരു റിസൾട്ട് തരും. നമുക്ക് ആ വഴി കൂടി നോക്കാം. നിങ്ങൾക്ക് കഴിയുന്നതൊക്കെ നിങ്ങളും ചെയ്തോളൂ. പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും അവള് മാത്രമേ ഉള്ളൂ ഡോക്ടർ. എന്റെ മോളെ ഈ നിലയിൽ കാണാനുള്ള കരുത്ത് എനിക്കില്ല. ഇത് ഫേസ് ചെയ്തേ തീരൂ. ഡോക്ടർ ചതുർവേദിയുടെ തീരുമാനം വരുന്നതുവരെ ഇത് ഫാമിലിയിലുള്ള ആരോടും ഷെയർ ചെയ്യാതിരിക്കണം നല്ലത്. എന്നാ നിങ്ങൾ പൊക്കോളൂ. അങ്ങളെ സഞ്ജു, നല്ലൊരു ജീവിത സ്വപ്നം കൊണ്ട് കഴിയുന്ന എന്റെ മോളോട് ഇതെങ്ങനെ പറയും മോനെ? ആരും പറയാതെ തന്നെ അവൾ ആ സത്യം മനസ്സിലാക്കില്ലേ? അവളെ ഇങ്ങനൊരു വിധിക്ക് നമ്മൾ വിട്ടുകൊടുക്കില്ല അങ്കിൾ. ഇപ്പോ നമുക്ക് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. തൽക്കാലം അവളെ നമുക്ക് മറ്റെന്തെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിക്കാം. മറ്റാരും ഒന്നും അറിയാൻ പാടില്ല. അങ്കിളിന്റെ നിയന്ത്രണം വിട്ടുപോകാതിരുത്താൽ മതി. അങ്കിൾ ചെല്ലേ, ഡിസ്ചാർജിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കട്ടെ. സ്വാതി, എന്റെ പൊന്നു മോളല്ലേ, ഇനി ആ ചായ കുടിക്ക്. പ്ലാസ്റ്റർ മാറ്റിയിട്ടും കാലുകൾ ചലിപ്പിക്കാൻ പറ്റുന്നില്ല അമ്മേ. മോളുടെ പ്ലാസ്റ്റർ നീക്കിയതല്ലേ ഉള്ളൂ. എന്നാലും തൊട്ടു നോക്കി അറിയില്ല. കുടിക്ക. മോള് കുറെ ദിവസം അനങ്ങാതിരുന്നതല്ലേ. അമ്മ ഇവിടെ? അവള് വീട്ടിലേക്ക് പോയി. മോൾ ഇതിവിടെ കുടിക്കേ. എനിക്ക് മതി അമ്മ, പിന്നെ കുടിക്കാം. അമ്മ, അച്ഛനും സഞ്ജു എവിടെ? അവര് ഡോക്ടറെ കാണാൻ പോയിരിക്കേ. ആ, പ്രഭ വന്നല്ലോ. മോളുടെ കാലിലെ ഭാരമൊക്കെ പോയല്ലോ. ഭാരം പോയപ്പോ അരയ്ക്ക് താഴെ കാലുകൾ ഉണ്ടോന്ന് പോലും അറിയുന്നില്ല അച്ഛ. അതെന്താ പ്രഭേ അങ്ങനെ തോന്നാൻ മോക്ക്? ശ്രീകുട്ടി കുറച്ചു നേരമായിട്ട് ഇത് തന്നെയാ പറയുന്നേ. കേട്ടിട്ട് എനിക്കും ഒരു പേടി. ഇങ്ങനൊരു അനുഭവം കാഞ്ചനയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ? ഫ്രാക്ചർ വരുമ്പോഴാ പ്ലാസ്റ്റർ ചെയ്യുന്നേ. അത് റിമൂവ് ചെയ്ത ഉടനെ ഓടി നടക്കാനൊന്നും പറ്റില്ല. അതിനെന്തിനാ പ്രഭ എന്റെ നേരെ ഇങ്ങനെ തട്ടിക്കയറുന്നത്? ഞാൻ എന്റെ പേടി കൊണ്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. മോളെ കൂടി നീ കൺഫ്യൂഷൻ ആക്കാനാ നോക്കുന്നേ. ശരിക്കും നോർമൽ സ്റ്റേജിൽ വരാൻ ഫിസിയോതെറാപ്പി ചെയ്യണം. പ്രഭ എനിക്കതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. പ്ലാസ്റ്റർ മാറ്റിയെന്ന് വെച്ച് ഇങ്ങനെ വരുമോ? ഡോക്ടറെക്കാളും വലിയ അറിവൊന്നും നിനക്കില്ലല്ലോ. തർക്കിക്കാതെ നിങ്ങളൊന്ന് നിർത്ത്. ഹോസ്പിറ്റലാണെന്ന് ചിന്ത പോലും ഇല്ല. മെഡിസിൻ കിട്ടിയില്ലേ? ആ, കിട്ടി. എന്താ വല്യപ്പച്ചിയുടെ മുഖം വല്ലാതിരിക്കുന്നത്? എന്താ സ്വാതി? സഞ്ജു, ഇപ്പൊ ഇവിടെ ഒരു വഴക്ക് തീർന്നതേ ഉള്ളൂ. വഴക്കോ? എന്തിന്? എനിക്ക് എന്റെ 2 കാലുകളും ചലിപ്പിക്കാൻ കഴിയുന്നില്ലെന്ന് ഞാൻ പറഞ്ഞതിന്. അത് പിന്നെ ഉടനെ അതിന് കഴിയോ?
പ്ലാസ്റ്റർ മാറ്റിയെങ്കിലും കുറച്ച് ദിവസങ്ങൾ കൂടി കാലിന് വെയിറ്റ് കൊടുക്കാതെ ശ്രദ്ധിക്കണം. കാലിലെ ഞരമ്പുകൾ പഴയ നിലയിലാവാതെ മരവിപ്പം മാറില്ലെന്ന് ഡോക്ടർ പറഞ്ഞത് അങ്കിളും കേട്ടതല്ലേ? ഞാൻ അതൊക്കെ ആരോട് പറയാനാ? ശരിയായ രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ വരാതെ മരവിപ്പ് മാറില്ല സ്വാതി. എന്റെ മറ്റേ കാലിനും ഇതേ അവസ്ഥ തന്നെയാ സഞ്ജു. ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ ആ കാല് നിലത്ത് കുത്തിയതല്ലേ. ഒരു കാലിലെ മരവിപ്പുണ്ട് നിനക്ക് തോന്നുക? ശരിക്കും ഞാൻ പാരലൈസ്ഡ് ആയതാണോ? നോക്ക്, നിന്റെ തമാശ കൂടുന്നുണ്ട്. ആക്സിഡന്റ് ആയവർക്കെല്ലാം പാരലൈസ്ഡ് ആവുമല്ലേ? പിന്നെ മോനെ, ഒരു കാലിനോ കൈക്കോ എന്തെങ്കിലും പ്രോബ്ലം വന്നാ മറ്റേ കാലിനോ കൈക്കോ അത് ബാധിക്കും. വല്യപ്പച്ചയ്ക്ക് അതറിയില്ലേ? ഫിസിയോതെറാപ്പി തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റേ കാല് പഴയതുപോലെ ആവും. ഇത് ഞാൻ പറയുന്നൊന്നുമല്ല, ഡോക്ടർ പറഞ്ഞതാ. ആവശ്യമില്ലാത്ത പേടിയൊന്നും നിനക്ക് വേണ്ട. അല്ലെങ്കിൽ തന്നെ ഞാൻ പേടിക്കുന്ന എന്തിനാ? ഞാൻ കിടന്നുപോയാ എന്നെ എടുത്തോണ്ട് നടക്കാൻ സഞ്ജു ഇല്ലേ? മോളെ, ഈ സമയം ഇങ്ങനൊന്നും സംസാരിക്കരുത്. അറം പറ്റുന്ന വാക്കുകളൊന്നും പറയരുത്. അച്ഛൻ ഫോൺ ചെയ്യാൻ പോയിട്ട് വന്നില്ലേ? ഡിസ്ചാർജ് ചെയ്യാനുള്ള പേപ്പേഴ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. വീൽ ചെയർ ഇപ്പോൾ അറ്റൻഡർ കൊണ്ടുവരും. ഞാൻ അങ്കിളിനെ വിളിച്ച് കാർ എടുക്കാൻ പറയാം. വലിയ വെച്ച് ബാഗ് എടുത്തോളൂ. എന്നാ നമുക്ക് പോയാലോ? എനിക്കിവിടെ നിന്ന് രക്ഷപ്പെട്ടാ മതി. എന്നെ ഇവിടെ നിന്ന് പിടിച്ചെഴുന്നേപ്പിച്ചേ. അല്ല, നീ ഇങ്ങോട്ട് വരുന്ന വിവരം സഞ്ജനയോട് പറഞ്ഞിരുന്നു? ഒരക്ഷരം മിണ്ടിപ്പോരുതെന്നല്ലേ മാഡത്തിന്റെ കൽപ്പന? പിന്നെ ഞാൻ എങ്ങനെ പറയും? ഭാഗത്തേക്ക് എന്ത് സംശയം അവൾക്കുള്ളത്? ഫോണിൽ സംസാരിച്ചപ്പോ പുറത്തു നിന്നുള്ള ഒച്ച തിരിച്ചറിഞ്ഞ വളരെ പെട്ടെന്ന് അവളത് മനസ്സിലാക്കിയത്. ഇനി മാറ്റി പറയാനൊന്നും പറ്റില്ല. അമ്മ നാട്ടിൽ എവിടെയോ ഉണ്ടെന്ന് മോൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ചില കാര്യങ്ങൾ എത്ര സമർത്ഥമായി ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും പിടിക്കപ്പെടും. മമ്മി ഉടനെ കൂട്ടിക്കൊണ്ടു പോവാൻ വരുമെന്ന് കരുതിയിരിക്കുക മോള്. ഞാൻ നാട്ടിൽ വന്നതിന് എന്തെങ്കിലും ഒരു റീസൺ അവളോട് പറയാം. അവൾ അറിയാതെ ചില കാര്യങ്ങൾ പൂർത്തിയാക്കി മടങ്ങാന്ന് കരുതിയാ ഞാൻ വന്നത്. ഇത്രയും നാൾ നിങ്ങൾ നാട്ടിൽ നിൽക്കുന്നതിൽ ഞാൻ വലിയ എതിർപ്പ് കാട്ടാതിരുന്നതും അതുകൊണ്ടാണ്. ഇനി നിങ്ങൾ അവിടെ താമസിക്കേണ്ട മല്ലിക. അവളെയും കൂട്ടി ഇങ്ങോട്ട് പോന്നേക്ക്. അത് വേണോ മാഡം? മോക്ക് സഞ്ജു സ്വാതിയായിട്ടൊക്കെ നല്ല അടുപ്പമുണ്ട്. അവളുടെ കൂടെ പഠിച്ചവരല്ലേ അവരൊക്കെ. മല്ലികയുടെ ഉത്കണ്ഠ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവളുടെ മമ്മി നന്ദന വർമ്മയാ, അല്ലാതെ ദക്ഷയല്ല.
ഞാൻ അവളെ കൂട്ടി വരാം. പക്ഷേ ചില കാര്യങ്ങളൂടെ അറിഞ്ഞിരിക്കണം മാഡം.